സ്റ്റേറ്റ്മെന്റാണ് ഇന്നലെ വന്നിരിക്കുന്നത്. ഭരണപക്ഷത്തുണ്ടായിട്ടുള്ള അഴിമതിയും സ്വജനപക്ഷപാതവും അതിന്റെ ജാള്യത മറച്ചുവെക്കാനാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ ആയുധമാക്കുന്നത്, പ്രതിപക്ഷത്തിന് മേലെ ചാരുന്നത് എന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള വിജിലൻസ് കേസുകളെല്ലാം കോടതിയുടെ പരാമർശത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. ഞങ്ങളുടെ അടുത്തൊന്നുമല്ലത്. ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ളതായാലും ബാബുവിനെതിരായിട്ടുള്ളതായാലും കെ എം മാണിക്കെതിരായിട്ടുള്ളതായാലും എല്ലാം അവരുടെ കാലഘട്ടത്തിൽ കോടതിയുടെ പരാമർശത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അല്ലാതെ ഞങ്ങൾ എടുത്ത കേസൊന്നുമല്ല. അല്ല, കോടതിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടുണ്ടായതാണല്ലോ. മുനീറിൻ്റെതായാലും ശരി, ബാബുവിൻ്റെതായാലും ശരി, കെ എം മാണിൻ്റെതായാലും ശരി, ബാലകൃഷ്ണൻ്റെതായാലും ശരി, ഇതെല്ലാം അടൂർ പ്രകാശിന് എതിരായിട്ടുള്ളതായാലും ശരി, UDF ഭരിക്കുന്ന സമയത്ത് പൊതുതാൽപര്യ ഹർജിയുടെ ഭാഗമായി കോടതിയുടെ പരാമർശത്തിന്റെ ഭാഗമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടത്. ഞങ്ങളല്ല. ഞങ്ങൾ വന്നതിന് ശേഷം ഒരൊറ്റ കേസും അവരുടെ പേരിൽ സുവമോട്ടോ ഞങ്ങൾ എടുത്തിട്ടില്ല. മറ്റൊരു കാര്യം, ഈ വക്കീലന്മാർ പ്രത്യേകിച്ച് കോടതിയിൽ തെമ്മാടിത്തമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം. കഴിഞ്ഞ ദിവസം അന്ന് തന്നെ അറിഞ്ഞതാണ് വിജിലൻസ് കോടതിയിൽ വനിതാ മാധ്യമ പ്രവർത്തകർക്കടക്കം ഉണ്ടായ ഇത് നിയന്ത്രിക്കാൻ സർക്കാരിനെ കൊണ്ട് കഴിയുന്നില്ല. അതൊക്കെ ഒരു ദിവസം കൊണ്ട് വിചാരിച്ചാൽ കഴിയുന്ന പ്രശ്നമേ ഉള്ളൂ. ഇന്നലെ മുഖ്യമന്ത്രി അതിൻ്റെ ഒരു സന്ദേശം കൊടുത്തു കഴിഞ്ഞല്ലോ. അതിലെ ഏതാണ്ട് എല്ലാ ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. മുഖ്യമന്ത്രി ഇന്നലെ പറയേണ്ടതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനപ്പുറം ഒന്നും അതിനെ സംബന്ധിച്ച് പറയാനില്ല. അതല്ല ഞാൻ ചോദിച്ചത്, ഇപ്പൊ നിയമമന്ത്രി എന്ന നിലയ്ക്ക് അങ്ങേക്ക് അല്ല, നിയമമന്ത്രി പറഞ്ഞതിനേക്കാൾ അപ്പുറമാണല്ലോ മുഖ്യമന്ത്രിയുടെ പരാമർശം പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ എറണാകുളത്ത് വെച്ചിട്ട് ഈ ഒക്ടോബർ 2-ാം തീയതി പറഞ്ഞതാണ്, ഒരു കോടതി വളപ്പിൽ ഒരു പ്രശ്നമുണ്ടായാൽ പരിഹരിക്കാൻ കോടതിക്ക് കഴിയണം. ഒരു പഞ്ചായത്ത് ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ പഞ്ചായത്ത് പ്രസിഡന്റിന് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. ഒരു ലെജിസ്ലേച്ചർ കോംപ്ലക്സിന്റെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ സ്പീക്കർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കാൻ പറ്റൂ. ഇത് തൂക്കാൻ വിധിക്കാൻ പോലും അധികാരമുള്ള കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ജുഡീഷ്യറിയോടും ഇന്ത്യൻ ജനാധിപത്യത്തോടുമുള്ള മോക്കറിയായിരിക്കും. അപ്പോൾ ചീഫ് ജസ്റ്റിസ് വിചാരിച്ചിട്ട് കഴിയുന്നില്ല, ഗവർണർ വിചാരിച്ചിട്ട് കഴിയുന്നില്ല, മുഖ്യമന്ത്രി വിചാരിച്ചിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് ഇനി പോകാൻ പറ്റില്ലത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയേണ്ട ഭാഷയിൽ അദ്ദേഹം പരാമർശം നടത്തി കഴിഞ്ഞത്. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഉമ്മൻചാണ്ടി പറയുന്നതിൽ വേറൊരു കാര്യം, ഇപ്പോൾ ഇ.പി. ജയരാജൻ രാജിവെച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ സ്വജനപക്ഷപാതത്തിന്റെ കളങ്കം മുഖ്യമന്ത്രിയുടെ മേലും പതിച്ചിട്ടുണ്ട്. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായി ബന്ധപ്പെട്ട് ടി നവീന്റെ നിയമനം, 2 ബോർഡുകളുടെ ചുമതല കൊടുത്തുകൊണ്ട് ടി നവീന്റെ നിയമനം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൂടി അത്തരത്തിലുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായിരുന്നു. ഒന്നാമത് കെട്ടുനാറിയ ഒരു ഗവൺമെന്റ് ആയിരുന്നു UDFന്റെ ഗവൺമെന്റ്. അതിന്റെ ജാള്യത മറച്ചു പിടിക്കാൻ അവർക്ക് ഇപ്പോൾ ഒരു നിമിത്തമായിട്ട് കിട്ടിയതാണിത്. ഇത് ക്വിക്ക് വെരിഫിക്കേഷൻ വരുന്നതിനേക്കാളും മുമ്പേ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി ജയരാജൻ രാജിവെക്കണമെന്ന പൊളിറ്റിക്കൽ തീരുമാനമെടുക്കാൻ ആർജവം കാട്ടിയിട്ടുള്ളൊരു ഗവൺമെന്റ് മുഖ്യമന്ത്രിയുമാണ് കേരളത്തിലുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് CPIM എന്ന് തെളിയിച്ചു. ഇത് വിജിലൻസ് കോടതി കേസെടുക്കണമെന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി റെസിഗ്നേഷൻ കത്ത് കൊടുത്തിട്ട് കതറിന്റെ കീശയിലിട്ടിട്ട് നടന്നതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതൊന്നും ആരും മറക്കണ്ട. 8 മന്ത്രിമാരുടെ പേരിൽ വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു. ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടായിരുന്നു? ഞങ്ങൾ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു പാർട്ടി, ജനങ്ങളെ ഭയപ്പെടുന്ന, ജനങ്ങളെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു പാർട്ടി. അതാ ഇവിടെ തെളിയിച്ചത്. വേറെ ഒരു പാർട്ടിക്കും കഴിയില്ലത്. അങ്ങനെയല്ല, ഇങ്ങനെയാ ഞാൻ പറഞ്ഞ പോലെയാണ്. ജാഗ്രതക്കുറവ് ഉണ്ടായി എന്ന പാർട്ടിയും മന്ത്രിയും സ്വജനപക്ഷപാതം ഉണ്ടായി, അതായത് അഴിമതി ഉണ്ടായി എന്ന് സ്വയം ബോധ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. അതല്ലാതെ വേറെ എന്തായിരുന്നു വഴി? അല്ല, മറ്റേത് കോടതി പറഞ്ഞാണല്ലോ FIR ഇടണമെന്നുള്ളത്. നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതിനേക്കാളും എനിക്ക് ബോധ്യപ്പെടുന്നതിനേക്കാളും ജുഡീഷ്യറിക്ക് ബോധ്യപ്പെടുത്തിയിട്ട് FIR ഇട്ടിട്ട് രാജിവെക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോലും രാജിവെച്ചിട്ടില്ലല്ലോ. സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്ന തലത്തിലേക്ക് ഇന്ത്യൻ ജുഡീഷ്യറി എത്തിയതിനു ശേഷം നാണം കെട്ടിട്ട് പോയത്. അങ്ങനെയുള്ള ഒരു പരാമർശമൊന്നും ഞങ്ങൾക്കെതിരായിട്ട് വന്നിട്ടില്ല. ഇത് പാർട്ടിയുടെ മുമ്പിൽ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമായി പാർട്ടിക്ക് തോന്നി. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഭരണതലത്തിൽ നടപടി എടുത്തിട്ടുള്ളത്. അത് വേറെ ഒരു പാർട്ടിക്കും കഴിയില്ല. 2 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് നേരെ 2
മതി ഞാൻ ഒരു പരിപാടിക്ക് വന്നു. അപ്പോൾ താങ്കൾ ഒരു മൂന്നാമത്തെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ഒരു ജാഗ്രത ഇനിയുള്ള ഘട്ടത്തിലുണ്ട്. ജാഗ്രത ഞങ്ങൾ CPM-ൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാർ എപ്പോഴും ജാഗ്രതയോട് കൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ ഉറക്ക് തെളിയുമ്പം തന്നെ ഇന്ന് ഒന്നും പറ്റരുതേ എന്ന ധാരണയിലാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. വൈകുന്നേരം കിടക്കുമ്പോൾ ഞങ്ങൾ ആലോചിക്കും എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന്. പറഞ്ഞാൽ മനസ്സിലായില്ല. അങ്ങനെ ജനങ്ങളോട് പേടിയുള്ള ഒരു പാർട്ടിയായത്. പാർട്ടിയോടും പേടിയുള്ള ആൾക്കാരാണ് ഇതിലുള്ളത്. എല്ലാ സർവ്വതന്ത്ര സ്വതന്ത്രരായിട്ടുള്ളതല്ല. പിന്നെ തെറ്റ് ചെയ്യാത്ത ആൾക്കാർ 3 ആളാണുള്ളത്. അതൊന്നും ശവം ഒരു തെറ്റും ചെയ്യില്ല. പിന്നെ ഗർഭസ്ഥ ശിശു ഒരു തെറ്റും ചെയ്യില്ല. പിന്നെ തെറ്റ് ചെയ്യാത്ത ഒരേ ഒരാൾ ഉമ്മൻചാണ്ടിയും കോൺഗ്രസുമാണ്. ഈ 3 ആൾക്കാർക്ക് ഒരു തെറ്റും പറ്റില്ല. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ തെറ്റും.